ഏതാണ്ട് 2025 മുതൽ ജി സുധാകരൻ പാർട്ടിയുമായിട്ട് CPM എന്ന് പറയുന്ന പാർട്ടിയുമായിട്ട് വിട്ടു നിൽക്കുകയാണ്. ചില പരസ്യ പ്രസ്താവനകളൊക്കെ നടത്തി വലിയ പ്രശ്നങ്ങളുണ്ടായി. തെരഞ്ഞെടുപ്പ് സമയത്ത് അത് വലിയ കോളിളക്കങ്ങളും ചർച്ചകളുമായി ഒരു പരിധി വരെ അത് പാർട്ടിയെ ബാധിക്കുകയും ചെയ്തിട്ടുണ്ട്. അപ്പം ഇപ്പം ജി സുധാകരന്റെ ഭാഗത്തുനിന്ന് മറ്റൊരു നീക്കം നടക്കുന്നുണ്ട്. അതായത് കായംകുളം കേന്ദ്രീകരിച്ച് ചില പ്രാദേശിക നേതാക്കളെ കൂട്ടുപിടിച്ചുകൊണ്ട് ഒരു പാർട്ടി രൂപീകരണത്തിനുള്ള ശ്രമം നടക്കുന്നുണ്ട്. അതിന് വേണ്ടിയിട്ടുള്ള കൂടിക്കാഴ്ചകളും ചർച്ചകളും ഒക്കെ ആരംഭിച്ചതായിട്ടുള്ള വിവരങ്ങളും പുറത്തോട്ട് വരുന്നുണ്ട്. അല്ല, ഇത് ജി സുധാകരനെ സംബന്ധിച്ചിടത്തോളം ജി സുധാകരൻ എന്ന് പറയുന്ന നേതാവിനെ നമുക്ക് ഈ പറയുന്ന മാറ്റത്തിന് മുൻപും ശേഷവും എന്ന് പറയുന്ന രണ്ടായിട്ട് കാണേണ്ടി വരും. ജി സുധാകരനെ അങ്ങനെ ഇതായിട്ട് മാത്രം പറഞ്ഞിട്ട് കാര്യമില്ല. ഇപ്പോഴത്തെ ജി സുധാകരനല്ല, അതിന് മുമ്പൊരു ജി സുധാകരൻ ഉണ്ടായിരുന്നു. അല്ലെങ്കിൽ ആ സുധാകരനെ കുറിച്ച് മാത്രം ചർച്ച ചെയ്തിട്ട് കാര്യമില്ല. അപ്പോൾ ഈ ജി സുധാകരനെ സംബന്ധിച്ചിടത്തോളം തുടക്കത്തിലുള്ള ആദ്യത്തെ ജി സുധാകരനെ കുറിച്ച് പറയാം. അത് 2025 അല്ലെങ്കിൽ 26 മുന്നേ ഉള്ള ജി സുധാകരൻ. ആ ജി സുധാകരനെ സംബന്ധിച്ചിടത്തോളം പാർട്ടി അണികൾക്കിടയിലും പ്രവർത്തകർക്കിടയിലും ശക്തമായ സ്വാധീനമുണ്ടാക്കി വെക്കാൻ കഴിഞ്ഞിരുന്നു എന്നുള്ള തർക്കമറ്റ കാര്യമാണ്. അക്കാര്യത്തിൽ യാതൊരു സംശയവും നിലവിൽ നമുക്ക് ആർക്കും ഇല്ല. കാരണം സുധാകരന്റെ കൂടെ നിൽക്കുന്ന ഒരു പറ്റം ആൾക്കാർ അന്നുമുണ്ട് ഇന്നുമുണ്ട്. അപ്പൊ ജി സുധാകരനെ വെറും സഖാവെന്ന് മാത്രമല്ല വിളിച്ചോണ്ട് സാർ എന്ന് വിളിച്ചിട്ടുണ്ട്. അങ്ങനെ സഖാവ് വിട്ടിട്ട് ജി സുധാകരൻ സാർ എന്ന് വിളിപ്പേര് കിട്ടിയിട്ടുള്ള അപൂർവം ചില സഖാക്കന്മാരിൽ ഒരാൾ എനിക്ക് തോന്നുന്നു ജി സുധാകരനാണ്. അല്ലെങ്കിൽ ഒരു പക്ഷേ അദ്ദേഹം വിളിപ്പിച്ചിരുന്നതും അങ്ങനെ ആവാനാണ് സാധ്യത. അപ്പോൾ അങ്ങനെയുള്ള ജി സുധാകരൻ എന്ന് പറയുന്ന ഒരാൾ പെട്ടെന്ന് ഒരു ദിവസം നമ്മൾ ആലോചിച്ച് നോക്കും, ബ്രാഞ്ച് സെക്രട്ടറി അവിടെ കൊണ്ടുചെന്നിട്ട് അംഗത്വം പുതുക്കാൻ വേണ്ടിയിട്ട് പേപ്പർ അപേക്ഷാ ഫോം കൊണ്ട് കൊടുക്കുന്നു. ആ അപേക്ഷാ ഫോം ചവറ്റുകൊട്ടെ വലിച്ചെറിയുന്നു. എന്നിട്ട് തൊട്ടടുത്ത ദിവസം മാധ്യമങ്ങളെ വിളിച്ചിട്ട് ധൈര്യസമേതം വിളിച്ചു പറയുകയാണ്, ഞാൻ അംഗത്വം പുതുക്കുന്നില്ല. എന്ത് നാണം കെട്ട പരിപാടിയാണ് കാണിക്കാൻ. ആലോചിച്ച് നോക്കൂ, ഒരു പാർട്ടി സഖാവ് എന്ന് പറയുന്നത് ആലപ്പുഴ ജില്ല എന്ന് തന്നെ പറയേണ്ടി വരും. ആലപ്പുഴ ജില്ലയിലെ മുഴുവൻ കാര്യങ്ങളും അല്ലെങ്കിൽ ആലപ്പുഴ ജില്ലയിലുള്ള എല്ലാ സഖാക്കന്മാർക്കും അല്ലെങ്കിൽ പാർട്ടി അണികൾക്കും പ്രവർത്തകർക്കും ഒക്കെ വഴികാട്ടിയാകേണ്ടി ഇരുന്ന ഒരു വ്യക്തി. അയാൾക്ക് പുള്ളിക്കാരൻ എന്ത് കിട്ടാഞ്ഞിട്ടാ പോയത്? പാർട്ടി ജില്ലാ കമ്മിറ്റി ഓഫീസിൽ അദ്ദേഹത്തിന് ഒരു മുറിയുണ്ടെന്നേ. അല്ല, പുള്ളിക്ക് പുള്ളിയുടേതായ ആവശ്യങ്ങളുണ്ടാവും, അത് പാർട്ടി സാധിച്ചു കൊടുത്തിട്ടുണ്ട്. പാർട്ടി എന്താണ് പാർട്ടി സാധിച്ചു കൊടുക്കാത്തത്? എത്ര തവണ കായംകുളത്തുനിന്നും അമ്പലപ്പുഴയിൽ നിന്നും ഒക്കെ എത്ര തവണ MLA ആയിട്ടുണ്ട്. ദേവസ്വം ബോർഡും പൊതുമരാമത്ത് വകുപ്പും ഭരിച്ചുകൊണ്ടിരുന്ന മന്ത്രിയായിട്ടുണ്ട്. ഇതൊക്കെ പാർട്ടി കൊടുത്ത അംഗീകാരങ്ങളല്ലേ? പാർട്ടി സെക്രട്ടറി ആയിട്ടിരുന്നിട്ടില്ലേ, ജില്ലാ സെക്രട്ടറി ആയിട്ട്? അത് പാർട്ടി കൊടുത്ത അംഗീകാരമല്ലേ? ജി സുധാകരനെ പോലുള്ള നേതാവിന് അത്രയൊക്കെ ചെയ്തു കൊടുത്തില്ലേ? അപ്പൊ പാർട്ടി ഇപ്പൊ പുന്നപ്ര വയലാർ ആ ദീപശിഖയിൽ ആരാണ് കൈമാറുന്നത്? അതിനുള്ള പ്രിവിലേജ് കൊടുത്തിരിക്കുന്നത് ജി സുധാകരൻ എന്ന് പറയുന്ന നേതാവിനാണെന്നേ. ഇതെന്താ പുള്ളി മനസ്സിലാക്കാതെ പോയത്? അല്ലെ, പ്രത്യേക ക്ഷണിതാവ്, എല്ലാ പാർട്ടി പരിപാടികളിലും പ്രത്യേക ക്ഷണിതാവ്. ഇത്രയൊക്കെ ഒരു പാർട്ടി കൊടുത്താൽ പോരെ ഒരു മുതിർന്ന നേതാവിന്? അത് പോരായിരിക്കും, പുള്ളി ആഗ്രഹിച്ച മറ്റെന്തെങ്കിലും ഉണ്ടെങ്കിലോ? ഇനി പാർട്ടി കൊടുക്കേണ്ടത് എന്താണ്? മുഖ്യമന്ത്രി സ്ഥാനമോ? അല്ല, അദ്ദേഹത്തിന് എത്ര വയസ്സായെന്ന് ആലോചിച്ച് നോക്കുന്നേ. അവിടെയാണ് പ്രശ്നം. റീസൺ എന്ന് പറഞ്ഞാൽ വേറൊന്നും അല്ല. പുള്ളിക്ക് നമ്മുടെ ഈ CPM എന്ന് പറയുന്ന രാഷ്ട്രീയ പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം കൃത്യമായി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ചില നോംസ് ഉണ്ട്, അല്ലെങ്കിൽ ചില കാര്യങ്ങളിൽ ഒരു എന്താ പറയുക ചില വ്യവസ്ഥകളുണ്ട്. ആ വ്യവസ്ഥകൾക്കുള്ളിൽ നിന്നുകൊണ്ട് പ്രവർത്തിക്കാൻ ഏതൊരു പാർട്ടി പ്രവർത്തകനും ബാധ്യസ്ഥനാണെന്നേ. ഒരു പ്രായപരിധി പറഞ്ഞിട്ടുണ്ട്. ആ പ്രായപരിധിയിൽ ചിലർക്കൊക്കെ ഇളവ് കൊടുക്കും. എങ്ങനെ ഇളവ് കൊടുക്കാം? ഇപ്പൊ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ പിണറായി വിജയന് ഇളവ് കൊടുത്തു. എന്തുകൊണ്ടാണ് പിണറായി വിജയന് ഇളവ് കൊടുത്തത്? അദ്ദേഹം 10 വർഷക്കാലം അദ്ദേഹത്തിന്റെ എനിക്ക് തോന്നുന്നു അദ്ദേഹത്തിന്റെ 71ാമത്തെ വയസ്സിൽ അദ്ദേഹം മുഖ്യമന്ത്രിയായി കയറുന്നതാണ് നമ്മുടെ സംസ്ഥാനത്തിന്റെ. അത് കഴിഞ്ഞ് അദ്ദേഹം ഇപ്പൊ എത്ര പ്രായമുണ്ട് അദ്ദേഹത്തിന്? 10 വർഷം മുഖ്യമന്ത്രിയായിട്ടിരുന്ന ഒരാൾക്ക് ഇളവ് കൊടുത്തല്ലേ പറ്റൂ. ആ ഇളവ് ബാക്കി വരുന്ന സഖാക്കന്മാർക്കും നേതാക്കന്മാർക്കും കൊടുക്കണമെന്ന് പറഞ്ഞ് എവിടെയാണ് നമുക്ക് നടപ്പിലാക്കാൻ കഴിയുക? എങ്ങനെ നടപ്പിലാക്കാൻ കഴിയും? ഇപ്പം എന്ത് വേർതിരിവ്? അല്ലല്ല, ജി സുധാകരൻ അങ്ങനെ ചിന്തിക്കാനും മാത്രം ജി സുധാകരൻ ഇവിടെ കേരളത്തിന്റെ പൊതുമരാമത്ത് വകുപ്പ് മന്ത്രിയായിരുന്നിട്ടുണ്ട്. പിണറായി വിജയൻ അങ്ങനെയല്ല, ഒരു ഒറ്റ തവണ വൈദ്യുതി മന്ത്രിയായിരിക്കും മാത്രമാണ് ചെയ്തത്. പൊതുമരാമത്ത് ദേവസ്വം ബോർഡ് ഹാൻഡിൽ ചെയ്തിട്ടുണ്ട്. അതേ MLA ആയിട്ട് ദീർഘകാലം ഇരുന്നിട്ടുണ്ട്. ഇതൊക്കെ പോരെ ഒരാൾക്ക്? പോരെങ്കിലോ എന്താണ് ഇനി പാർട്ടി കൊടുക്കേണ്ടത്? ജില്ലാ കമ്മിറ്റിയിൽ അദ്ദേഹത്തിന് പ്രത്യേക സ്ഥാനം കൊടുത്തിട്ടുണ്ട്, മുറി തന്നെ കൊടുത്തിട്ടുണ്ടെന്നേ. അല്ല, ഇത്രയും വർഷം പാർട്ടിയിൽ പ്രവർത്തിച്ചിട്ട് പോലും പാർട്ടിയോട് ഇത്രയും വൈരാഗ്യം ഉണ്ടാകാൻ എന്തെങ്കിലും കാരണം കാണൂലേ? ആ കാരണമാണ് പറഞ്ഞു വരുന്നത്. ഈ പറയുന്ന പാർട്ടിയുടെ അടിസ്ഥാനപരമായി പാർട്ടി എടുത്തിരിക്കുന്ന ചില തീരുമാനങ്ങളോട് യോജിക്കാൻ ജി സുധാകരനെ കൊണ്ട് സൗകര്യമില്ല. അത് തന്നെ കാരണം. അപ്പൊ ജി സുധാകരൻ എന്ത് ചെയ്തു? മറുകണ്ഠം ചാടി. എന്തിനു വേണ്ടി ചെയ്യുന്നു? എന്നിട്ട് പറയുന്നതാ വലിയ വായു, ഞാൻ ജനകീയ സ്വതന്ത്രനാണത്രേ, ജനകീയ സ്വതന്ത്രൻ. എന്നിട്ടോ ഇപ്പൊ നാണമില്ലാതെ പോയി UDFന്റെ ചെരുപ്പ് നോക്കിയില്ലേ? പറയാതിരിക്കുന്നത് എങ്ങനെ? അവിടെ പോയിരുന്നുണ്ട് ജി സുധാകരൻ എന്ന് പറയുന്ന കരുത്തനായ ഒരു നേതാവായിട്ടാണ് CPM കാണുന്നത്.
ആ കരുത്തനായ നേതാവിന്റെ ആ കാലത്തിറങ്ങിയ ഒരു ചിത്രം നമ്മൾ കണ്ടതാണ്. കോൺഗ്രസിന്റെ തൊപ്പിയും വെച്ച് കഴുത്തെ മാലയിട്ടുകൊണ്ടിരിക്കുന്ന ഒരു നിരുപദ്രവകാരിയ ഒരു മനുഷ്യൻ. അതായിരുന്നു ജി സുധാകരൻ പിന്നെ ആലപ്പുഴയിലെ സഹാക്കന്മാരുടെ മനസ്സിൽ? അല്ല. ശക്തമായി പ്രതികരിക്കുന്ന, ശക്തമായി സംസാരിക്കാൻ കഴിയുന്ന, അഴിമതി തീരെ ഇല്ലാത്ത ഒരു നേതാവായിരുന്നു ജി സുധാകരൻ. എന്നിട്ട് മാധ്യമപ്രവർത്തകരെ സഹിതം അവനെ ജിഹാദി എന്ന് വിളിച്ച്, അല്ലെങ്കിൽ അവനെ എന്താ പറയാ, ഭീകരവാദി, തീവ്രവാദി എന്ന് വിളിച്ചു കൈരളി ടിവിയുടെ മാധ്യമപ്രവർത്തകനെ. അതൊക്കെ ചെയ്യുന്നത് ശരിയാണോ? അതാണോ ചെയ്യേണ്ടിയിരുന്നത്? എന്നിട്ട് ഇപ്പൊ സംഭവിക്കുന്നത് എന്താ? കായംകുളത്ത് വന്നു. കായംകുളത്തിന് പാർട്ടിക്കുള്ളിൽ ചെറിയ തോതിലുള്ള വിഭാഗീയതയുണ്ട്. ചിലർ അസ്വസ്ഥരാണ് പാർട്ടിക്കുള്ളിൽ. ഇവരെന്താ പറയുന്നത്? ഇനി ഇവരുമായി കൂടിക്കാഴ്ച നടത്തുകയാണ് ആ കായംകുളം റെസ്റ്റ് ഹൗസിൽ ഇരുന്നുകൊണ്ട്. ആ കൂടിക്കാഴ്ചയിൽ എന്താണ് പിന്നെ ഈ പറയുന്ന കായംകുളം കേന്ദ്രീകരിച്ചുകൊണ്ട് നടത്താനുള്ള പ്രധാന കാരണം എന്തായിരിക്കും? കായംകുളം എന്ന് പറയുന്ന മണ്ഡലം ഇടതുപക്ഷത്തിന് സ്വാധീനമുള്ള മണ്ഡലമാണ്. സ്വാധീനമുണ്ട്. നമ്മൾ എത്ര പറഞ്ഞാലും നമുക്ക് തേച്ചു മാച്ച് കളയാൻ പറ്റില്ല. കായംകുളത്ത് മണ്ഡലത്തിൽ ഇടതുപക്ഷത്തിന് വ്യക്തമായ സ്വാധീനം ഉണ്ടായിരുന്നു. എന്നാൽ കഴിഞ്ഞ 2 വർഷം 2024 നടന്ന തെരഞ്ഞെടുപ്പിൽ എടുത്തു നോക്കിക്കോളൂ. അവിടെ CPM അല്ലെങ്കിൽ ഇടതുപക്ഷം 3ാം സ്ഥാനത്തേക്ക് പിന്തള്ളപ്പെട്ടു. ഇവിടെ ഇത്തവണ എം ലിജു എന്ന് പറയുന്ന ഒരാൾ അവിടെ ജയിച്ചു, മന്ത്രിയായി. അപ്പൊ എന്തുകൊണ്ട് സംഭവിച്ചു? പാർട്ടിക്കകത്ത് അവിടെ വിഭാഗീയത ഉണ്ട് എന്നുള്ളതിന്റെ ഏറ്റവും വ്യക്തമായ തെളിവാണത്. പത്തിയൂരടക്കമുള്ള പിന്നെ കമ്മ്യൂണിസ്റ്റ് കോട്ട എന്നറിയപ്പെടുന്ന പത്തിയൂരടക്കമുള്ള ഭാഗങ്ങളിൽ എന്തുകൊണ്ടാണ് CPM-ന് വോട്ട് കുറഞ്ഞത്? അവിടെയും വലിയ പ്രശ്നം നടക്കുന്നുണ്ട്. അപ്പൊ ഇതിനെ എന്നാൽ സാധാരണഗതിയിൽ ഇനിയിപ്പോൾ പാർട്ടി അവിടെ ചെയ്യേണ്ട ചില കാര്യങ്ങളുണ്ട്. അത് പാർട്ടി ചെയ്യണം. പാർട്ടിയെ ശക്തിപ്പെടുത്തുക എന്ന് പറയുന്നത് ഏരിയ കമ്മിറ്റി അടക്കം നമ്മുടെ അങ്ങ് ബ്രാഞ്ച് കമ്മിറ്റി വരെ നീണ്ടു നിൽക്കുന്ന തരത്തിലേക്ക് ശുദ്ധീകരണം ആവശ്യമാണ് പാർട്ടിക്കുള്ളിൽ. ജി സുധാകരനെ സംബന്ധിച്ചിടത്തോളം അവിടെ ഒരു പ്രിവിലേജ് ഉണ്ട്. ജി സുധാകരൻ അവിടെ നിന്ന് മത്സരിച്ചിട്ടുണ്ട്. കായംകുളം മണ്ഡലത്തിൽ നിന്ന് മത്സരിച്ച ഒരാളാണ്. ജി സുധാകരൻ ആ നാട്ടിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലുള്ള എല്ലാവരുമായിട്ടും സ്നേഹമുണ്ട്, അടുപ്പമുണ്ട്. പക്ഷേ ഈ അടുപ്പം ഒരു രാഷ്ട്രീയ പാർട്ടി രൂപീകരണത്തിലേക്ക് പോകുമോ എന്നുള്ളതാണ് നമ്മൾ കാണേണ്ടത്. ഈ പറയുന്ന എല്ലാവരും പാർട്ടിയെ വഞ്ചിക്കാൻ നിൽക്കുമോ എന്നുള്ളതാണ് കാണേണ്ടത്. കാര്യം ഇന്നത്തെ നിലപാടനുസരിച്ചുകൊണ്ട്, ഇന്നത്തെ രീതി അനുസരിച്ചുകൊണ്ട് ജി സുധാകരൻ നമ്മൾ കാണേണ്ടത് പാർട്ടി നയവഞ്ചകനായി തന്നെയാണ്. നയവഞ്ചന തന്നെയാണ് പാർട്ടിയോട് കാണിച്ചിരിക്കുന്നത്. അല്ല വേറൊന്നുമല്ല. പാർട്ടിയെ പിന്നിൽ നിന്ന് കുത്തിയ ബാഹുബലി അല്ല ബാഹുബലിയെ പിന്നിൽ നിന്ന് കുത്തിയ കട്ടപ്പയുണ്ടല്ലോ, ആ കട്ടപ്പയ്ക്ക് സമാനമായ ഒരു വ്യക്തിയായിട്ടാണ് കാണുന്നത്. അങ്ങനെ ഗോവിന്ദൻ മാസ്റ്റർ ഉണ്ട്, TK ഗോവിന്ദൻ മാസ്റ്റർ. അങ്ങോട്ട് നോക്കിക്കഴിഞ്ഞാൽ പിന്നെ V കുഞ്ഞികൃഷ്ണൻ ഉണ്ട്, ആ പയ്യന്നൂര്. ഇവരൊക്കെ പാർട്ടിയെ പിന്നിൽ നിന്ന് കുത്തിയവരാണ്. ഒരു തരത്തിൽ പാർട്ടിയെ എങ്ങനെയാണ് തിരുത്തേണ്ടത്? പാർട്ടിയെ തിരുത്തേണ്ടത് പൊതുവേദിയിൽ കയറി പ്രസംഗിച്ചിട്ടല്ല പാർട്ടിയെ തിരുത്തേണ്ടത്. പാർട്ടിയെ തിരുത്തേണ്ടത് പാർട്ടി കമ്മിറ്റികൾ ചർച്ച ചെയ്തിട്ടാണ്. അല്ലാതെ പാർട്ടിയെ തിരുത്താൻ പറ്റത്തില്ലെന്നേ. പാർട്ടിയെ പൊതുവേദിയിൽ നിന്ന് പാർട്ടിയെ പിന്നെ പിന്തിരിപ്പന അല്ലെങ്കിൽ പാർട്ടിയെ തിരുത്താൻ നോക്കിക്കഴിഞ്ഞാൽ എന്താ? പിന്തിരിപ്പനായി മാറുകയാണ്. എന്തുകൊണ്ടാണ്? സംസാരിക്കാൻ സ്പേസുകളുണ്ട്, സംസാരിക്കാൻ വേദികൾ പാർട്ടി നൽകുന്നുണ്ട്. അതിനെയാണ് മാനിക്കേണ്ടത്. അപ്പം ഒരു സംഘടനയിലിരിക്കുമ്പോൾ അല്ലെങ്കിൽ ഒരു രാഷ്ട്രീയ പാർട്ടിയിൽ അച്ചടക്കമുള്ള ഒരു രാഷ്ട്രീയ പാർട്ടി, അങ്ങനെയാണ് CPM-നെ പൊതുവെ കരുതുന്നത്. അച്ചടക്കമുള്ള ഒരു രാഷ്ട്രീയ പാർട്ടിയിൽ പ്രവർത്തിക്കുന്ന സാഹചര്യത്തിൽ അതിൽ പ്രവർത്തിക്കുന്ന ഏതൊരു സഖാവിനും ഏതൊരു വ്യക്തിക്കും അവിടെ ചെയ്യേണ്ട കാര്യം എന്താ? പാർട്ടി പറയുന്ന എല്ലാ നടപടികളും അനുശാസിച്ചുകൊണ്ട് മുന്നോട്ട് പോകാനേ കഴിയൂ. പാർട്ടിക്കപ്പുറമല്ല ഒരു നേതാവും. അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇവിടെ പിണറായി വിജയന് ഇളവ് കൊടുത്തത് അദ്ദേഹം 10 വർഷക്കാലം കേരളത്തെ മുന്നിൽ നിന്ന് നയിച്ച ഒരു നേതാവാണെന്നേ പിണറായി വിജയൻ. അങ്ങനെ ഏതെങ്കിലും ഒരാളുണ്ടോ 2 വർഷം തുടർച്ചയായിട്ട് 2 ടേം തുടർച്ചയായിട്ട് പിന്നെ കേരളത്തെ ഭരിച്ച ഏതെങ്കിലും ഒരു മുഖ്യമന്ത്രി ഉണ്ടോ നമ്മുടെ കേരളത്തിൽ? ഇല്ല. പിണറായി വിജയൻ മാത്രമാണുള്ളത്. അപ്പൊ ആ പിണറായി വിജയൻ എന്ന് പറയുന്ന നേതാവിനെ പിന്നെ ഇളവ് കൊടുക്കണ്ടേ? ഇപ്പൊ നമ്മൾ നോക്കിക്കോളൂ. ഇനിയിപ്പം ദേശീയ തലത്തിൽ ഉണ്ടാകാൻ പോകുന്ന ഒരു കാര്യം ഞാൻ പറഞ്ഞുതരാം. ദേശീയ തലത്തിൽ നരേന്ദ്രമോദിക്ക് ശേഷം ആര് എന്ന് പറയുന്ന വലിയൊരു ചർച്ച നടക്കാൻ പോവാ. അദ്ദേഹത്തിന് പ്രായപരിധിയാകുന്നു 75 വയസ്സ്. ഇനി എന്ത് ചെയ്യും? അത് കഴിയുമ്പോൾ നരേന്ദ്രമോദിക്ക് പകരം ആര്? ഇപ്പൊ യോഗി ആദിത്യനാഥിനെ പറ്റില്ല. യോഗി ആദിത്യനാഥും അമിത്ഷായും തമ്മിൽ തല്ലി നടന്നുകൊണ്ടിരിക്കുക. അപ്പൊ യോഗി ആദിത്യനാഥിനും വരാൻ പറ്റില്ല. അപ്പൊ പിന്നെ പകരം ആര് എന്ന് പറയുന്ന വലിയൊരു ചോദ്യം ഉണ്ടെന്നേ. അപ്പൊ എന്ത് ചെയ്യും? തീർച്ചയായിട്ടും അവിടെ നരേന്ദ്രമോദിക്ക് ഇളവ് കൊടുക്കും. ഇളവ് കൊടുത്തേ പറ്റൂ. കാരണം എന്താ? വേറൊരാളെ അവർക്ക് സെലക്ട് ചെയ്യുന്നവരെ ഒരാൾ അവിടെ നിൽക്കണം. അപ്പൊ എന്ന് പറഞ്ഞാൽ പിണറായി വിജയൻ എന്ന് പറയുന്ന ഒരു നേതാവിന് മത്സരിക്കാൻ ഇളവ് നൽകിയിരിക്കുകയാണ്. അപ്പം അതിനെ ചോദ്യം ചെയ്യാൻ പാടില്ല. അതിനെ എന്തിനു ചോദ്യം ചെയ്യണം? തനിക്ക് അവകാശമോ അധികാരമോ ഒന്നും കിട്ടിയില്ല. അദ്ദേഹത്തിന് 10-78 വയസ്സുണ്ടെന്നേ ഈ പറയുന്ന ജി സുധാകരൻ സഖാവിന്. അപ്പം പുള്ളി വീണ്ടും മത്സരിച്ച് ഇത്തവണ ഈ 5 വർഷം എന്നിട്ട് ജി സുധാകരൻ എന്ത് കിട്ടി? ജി സുധാകരൻ എന്ന് പറയുന്ന നേതാവ് പാർട്ടിയെ വഞ്ചിച്ചുകൊണ്ട് ഈ പറയുന്ന കോൺഗ്രസ്സുകാരുടെ കാല് പിടിച്ചുകൊണ്ട് നടന്നിട്ട് ജി സുധാകരൻ ഈ മന്ത്രിസഭയിൽ എന്തെങ്കിലും കിട്ടിയിട്ടുണ്ടോ? പ്രോട്ടേം സ്പീക്കറായി. അത് മാത്രമാണ് ജി സുധാകരന് UDF എന്ന് പറയുന്ന മുന്നണി കൊടുത്തിരിക്കുന്ന ഒരു വലിയ പ്രിവിലേജ്. പ്രോട്ടേം സ്പീക്കറിന്റെ അവസ്ഥ അറിയാമല്ലോ. പുതിയ സ്പീക്കർ തെരഞ്ഞെടുക്കുന്ന വരെ ഉള്ളു പ്രോട്ടേം സ്പീക്കർ. അത് കഴിഞ്ഞ് പോയി. ഇപ്പം വെറും ഒരു MLA ആണെന്നേ. വെറും ഒരു MLA. അതിനപ്പുറത്തേക്ക് ജി സുധാകരൻ ആരുമല്ല. ഒന്ന് ആലോചിക്കുക, പാർട്ടി എന്തോരം പ്രിവിലേജ് കൊടുത്തൊരു മനുഷ്യനാണ്. ആ മനുഷ്യൻ ഇപ്പം വെറും MLA ആയി മാറിക്കഴിഞ്ഞിരിക്കുന്നു.
അതും മിണ്ടാട്ടം പോലും മിണ്ടാനോ ഉരിയാടാനോ സ്വാതന്ത്ര്യമില്ലാത്ത, സ്വതന്ത്രമായി തൻ്റെ ആശയങ്ങൾ അവതരിപ്പിക്കാൻ പോലും കഴിവില്ലാത്ത തരത്തിൽ അദ്ദേഹത്തിന് എന്തെല്ലാം മാനസികമായ ഒരു ബുദ്ധിമുട്ടുകൾ ഉണ്ടായിട്ടുണ്ട്. ഈ CS സുജാത എന്ന് പറയുന്ന ഒരു വനിതാ പ്രവർത്തകയെ ഏതെല്ലാം തരത്തിലാണ് അടച്ചാക്ഷേപിച്ചത്. ഇപ്പൊ അതോ സാറേ എന്ന് തികച്ചും വിളിക്കാത്ത സഹാക്കന്മാർ ഇന്ന് തിരിഞ്ഞിരിക്കുകയാണ് ജി സുധാകരനെതിരെ. നമുക്കറിയാം, നീർക്കുന്ന സ്കൂളിൽ പോയിട്ട് അവിടുന്ന് മണ്ണ് കടത്തുന്നു എന്ന് പറഞ്ഞുകൊണ്ട് അവിടെ ചെന്നപ്പോൾ ഒരു ക്ഷേത്രത്തിന്റെ വാതിൽ മീമണമുള്ള മണ്ണടിച്ചു. അല്ല, ഇങ്ങനെയൊക്കെ പറയുന്ന തരത്തിൽ അയാൾക്ക് ജി സുധാകരൻ എന്ന് പറയുന്ന മതേതര സ്വഭാവമുള്ള, മതേതരത്വത്തെയും ജനാധിപത്യത്തെയും സോഷ്യലിസത്തെയും കുറിച്ച് കൂടുതൽ ആഴത്തിൽ പഠിച്ച ഒരു നേതാവിന് വന്ന മാറ്റമായത് ഇല്ലേ? ഇതാണ് ഏറ്റവും വലിയ പ്രശ്നം, ഇതാണ് ഏറ്റവും വലിയ പ്രതിസന്ധി. ഈ പ്രതിസന്ധിയെ സഖാക്കന്മാരെല്ലാവരും ഉൾക്കൊള്ളണമെന്നൊന്നുമില്ല. സഖാക്കന്മാർക്ക് ചിന്താശേഷിയുണ്ട്. ഈ പറയുന്ന ഈ മന്ത്രിസഭ 5 വർഷം തയ്ക്കുമോ? എനിക്ക് തോന്നുന്നില്ല അത് തയ്ക്കുന്നു. കാരണം ഈ പറയുന്ന പോലെ നുണ കൊണ്ട് കെട്ടിപ്പൊക്കിയ ഒരു കൊട്ടാരത്തിന്റെ കാവൽ മാലാഖമാരാണ് ബാക്കി ഇരിക്കുന്നവരെല്ലാം. അവർക്കൊക്കെ എത്ര കാലം ഇനി തികയ്ക്കാൻ കഴിയുമെന്നുള്ള കാര്യം നമുക്ക് വഴിയെ കണ്ടറിയേണ്ടതുണ്ട്. ഇപ്പൊ തന്നെ പാളയത്തിൽ പട ആരംഭിച്ചു കഴിഞ്ഞിരിക്കുകയാണ് അവിടെ. അപ്പം ഇത് ഇങ്ങനെ പോകുന്ന ഒരു നേതൃത്വത്തിന് അകത്ത് നിന്നുകൊണ്ട് ജി സുധാകരൻ എന്ന് പറയുന്ന ഒരു നേതാവിന് വളരാൻ കഴിയില്ല. ജി സുധാകരൻ എത്രത്തോളം പരിശ്രമിച്ചാലും ശരി, കായംകുളം പോലെ ഒരു സ്ഥലത്ത് നിന്നുകൊണ്ട് എത്ര പേരുമായി കൂടിക്കാഴ്ച നടത്തിയാലും അവിടെ ഒരു മുന്നേറ്റം ഉണ്ടാക്കാൻ സാധിക്കില്ല എന്നുള്ളതാണ് എൻ്റെ ഒരു പക്ഷം.